കുംഭമാസ പൂജയ്ക്ക് ശബരിമല നട തുറന്നപ്പോൾ അയ്യനെ ദർശിക്കാൻ പതിനായിരങ്ങൾ 30,832 ഭക്തരാണ് ഇന്ന് വെർച്വൽ ക്യൂവിലൂടെ ദർശനത്തിന് ബുക്ക് ചെയ്തിരിക്കുന്നത്. ഇന്നലെ 13,147 ഭക്തർ ദർശനം നടത്തിയെന്നാണ് ദേവസ്വം ബോർഡിന്റെ കണക്ക്. ഫെബ്രുവരി 17-ന് രാത്രി 10-നാണ് മാസപൂജകൾ പൂർത്തിയാക്കി നട അടയ്ക്കുക. കുംഭമാസ പുലരിയിൽ അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം തേടി ആയിരങ്ങൾ. പുലർച്ചെ 5-ന് നട തുറന്നു. നിർമ്മാല്യ ദർശനത്തിനും പതിവ് അഭിഷേകത്തിനും ശേഷം ഗണപതി ഹോമം, തുടർന്ന് നെയ്യഭിഷേകം, അഷ്ടാഭിഷേകം, ഉഷപൂജ, ഉദയാസ്തമയ പൂജ, കളഭാഭിഷേകം തുടങ്ങിയ ചടങ്ങുകൾ പൂർത്തിയാക്കി ഉച്ചപൂജയോടെ നട അടച്ചു. വൈകിട്ട് 5-ന് നട തുറക്കും. 6-ക്ക് ദീപാരാധനയ്ക്ക് ശേഷം പടിപൂജയും പുഷ്പാഭിഷേകവുമുണ്ട്. രാത്രി 9:50-ന് ഹരിവരാസനം പാടി നടയടയ്ക്കും. ഫെബ്രുവരി 17 വരെ 50,000 ഭക്തജനങ്ങൾക്കാണ് വെർച്വൽ ക്യൂ വഴി ദർശനം അനുവദിക്കുക. സ്പോട്ട് ബുക്കിംഗ് മാസപൂജ കാലത്ത് പരിമിതപ്പെടുത്തിയിട്ടില്ല. ഇന്നലെ വൈകിട്ട് 5 മണിക്ക് നട തുറന്നപ്പോൾ മുതൽ 13,147 ഭക്തർ ദർശനം നടത്തി. ഇന്ന് 30,832 പേരാണ് വെർച്വൽ ക്യൂ ബുക്ക് ചെയ്തിരിക്കുന്നത്. നാളെ 40,385 പേരും വെള്ളിയാഴ്ച 36,862 ഭക്തരും വെർച്വൽ ക്യൂ ബുക്കിംഗ് നടത്തിയിട്ടുണ്ട്. 16-ാം തീയതി 19,402 ഭക്തരാണ് വെർച്വൽ ക്യൂ ബുക്ക് ചെയ്തിരിക്കുന്നത്. മാസപൂജ പൂർത്തിയാക്കി നടയടയ്ക്കുന്ന 17-ാം തീയതി വെർച്വൽ ക്യൂ ബുക്കിംഗ് നന്നേ കുറവാണ്. 4,749 ഭക്തർ മാത്രമാണ് ഫെബ്രുവരി 17-ന് നടയടയ്ക്കുന്ന ദിവസം വെർച്വൽ ക്യൂ ബുക്ക് ചെയ്തിട്ടുള്ളൂ. മലയാളികളാണ് മാസപൂജ സമയത്ത് സാധാരണ കൂടുതലായി ദർശനത്തിനെത്തുക. എന്നാൽ ഇത്തവണ മുൻകാലയളവുകളെ താരതമ്യപ്പെടുത്തുമ്പോൾ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തരുടെ എണ്ണത്തിലും വർധനവുണ്ട്. വെർച്വൽ ക്യൂ ബുക്കിംഗ് കർണാടകയിൽ നിന്നുള്ള ഭക്തരാണ് അയൽ സംസ്ഥാനക്കാരിൽ കൂടുതലായി 6 ദിവസങ്ങളിൽ ദർശനത്തിന് ബുക്ക് ചെയ്തിട്ടുള്ളത്. നാളെ ആകെ വെർച്വൽ ക്യൂ ബുക്ക് ചെയ്തിരിക്കുന്ന 30,000-ഓളം ഭക്തരിൽ 13,000-ഓളം ഭക്തരും കർണാടകയിൽ നിന്നുള്ളവരാണ്. ജനം സന്നിധാനം.